ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ പുതിയ അധ്യയന വർഷത്തിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ദൈവവചനം പഠിക്കുവാൻ ലഭിക്കുന്ന അവസരം തീർച്ചയായിട്ടും വളരെ വിലപ്പെട്ടതാണ്. ഈ പുതിയ സൺഡേ സ്കൂൾ അധ്യയന വർഷം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുവാൻ പോകുന്ന ഈ സമയത്ത് നമ്മുടെ ബഹുമാന്യായ സ്റ്റേറ്റ് ഓവർസിയർ പാസ്റ്റർ സി തോമസ് അവറുകൾ നമ്മുടെ ക്ലാസുകൾ ഉദ്ഘാടനം ചെയ്യുകയും നമ്മുടെ സൺഡേ സ്കൂളിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിൽ ഈ സൺഡേ സ്കൂൾ ക്ലാസുകളെ സമർപ്പിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങളെല്ലാവരെയും ഈ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും, വിശേഷാൽ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ, അധ്യാപകർ, ലോക്കൽ, ഡിസ്ട്രിക്ട്, മേഖല, സ്റ്റേറ്റ് ഭാരവാഹികൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കേരള സ്റ്റേറ്റിൻ്റെ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച നിലയിൽ, ഏറ്റവും ഉന്നതമായ നിലവാരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സർവശക്തനായ ദൈവം സഹായിക്കുന്നതോർത്ത് കർത്താവിന് എല്ലാ ബഹുമാനവും പുകഴ്ചയും ഞങ്ങൾ അർപ്പിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ നേതൃത്വം കൊടുക്കുന്ന ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ കേരള സ്റ്റേറ്റ് സൺഡേ സ്കൂളിൻ്റെ പ്രസിഡന്റായി സ്തുത്യർഹമായ സേവനം അനുഷ്ഠിക്കുന്ന പാസ്റ്റർ ജെ ജോസഫ് അവറുകൾ, സെക്രട്ടറി ബ്രദർ സാലു വർഗീസ്, അതുപോലെ ശക്തമായ സൺഡേ സ്കൂൾ സ്റ്റേറ്റ് ബോർഡ്, പ്രത്യേകിച്ച് നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. 2020 ജൂൺ മാസം മുതൽ, വിശേഷാൽ പാൻഡമിക് കാലഘട്ടത്തിൽ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനോ ക്ലാസുകൾ കൊടുക്കുവാനോ കഴിയാത്ത സാഹചര്യത്തിൽ ക്രമീകൃതമായ നിലയിൽ ഓൺലൈനിൽ കൂടെ ഏറ്റവും മികച്ച സൺഡേ സ്കൂൾ ക്ലാസുകൾ കൊടുക്കുവാൻ സൺഡേ സ്കൂൾ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നത് അഭിനന്ദനാർഹം തന്നെയാണ്. അതിൻ്റെ പിന്നിൽ അധ്വാനിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത് എന്നരുളി ചെയ്ത നമ്മുടെ കർത്താവ് അത്രമാത്രം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ബാലശിക്ഷയിൽ, പദ്യോപദേശത്തിൽ വളർത്തുവാൻ മാതാപിതാക്കളെ സഹായിക്കുന്നതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വക്രതയും കോട്ടയമുള്ള തലമുറയുടെ നടുവിൽ അനിതരായി, പരമാർത്ഥികളായി, ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായി കർത്താവിന് വേണ്ടി ഒരു ജ്യോതിർഗോളത്തെ പോലെ ശോഭിക്കുവാൻ നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി ശക്തമായി ഉപയോഗപ്പെടുന്ന ഒരു കൂട്ടത്തെ വാർത്തെടുക്കുവാൻ ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ സൺഡേ സ്കൂൾ ഡിപ്പാർട്ട്മെന്റിനെ കർത്താവ് സഹായിക്കട്ടെ. ഈ സൺഡേ സ്കൂൾ ക്ലാസുകൾ ചർച്ച് ഓഫ് ഗോഡിന്റെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, ആഗോള വ്യാപകമായി അനേകർക്ക് അനുഗ്രഹമായി തീരും എന്നതിന് യാതൊരു സംശയവുമില്ല. ചർച്ച് ഓഫ് ഇന്ത്യ കേരള സ്റ്റേറ്റിന്റെ പാഠാവലികൾ ഏറ്റവും നല്ല നിലവാരം പുലർത്തുന്നതാണ്. ആഗോള വ്യാപകമായി എല്ലാ തലങ്ങളിലുമുള്ള അനേക കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ സൺഡേ സ്കൂൾ പാഠാവലികൾ ഒരു അനുഗ്രഹമായിരുന്നു എന്ന് അനേകരിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലുള്ള അനേകർ നമ്മുടെ പാഠപുസ്തകങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. അതിന്റെ കാരണം ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്നതുകൊണ്ടാണ്. എല്ലാവർക്കും ഇത് അനുഗ്രഹമായി തീരട്ടെ. മാത്രമല്ല, 2021 ക്ലാസുകൾ ഇന്ന് ഔദ്യോഗികമായി ആരംഭിക്കുമ്പോൾ ദൈവസഭയുടെ എളിയ ചുമതലക്കാരൻ എന്ന നിലയിൽ ഈ ക്ലാസുകൾ ഔദ്യോഗികമായി ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. സർവശക്തനായ ദൈവം എല്ലാവരെയും ശക്തമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കും, അധ്യാപകർക്കും, സോണൽ ഡിസ്ട്രിക്ട് ഭാരവാഹികൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ദൈവത്തിന്റെ അതിരറ്റ കൃപയാൽ COVID-19 എന്ന മാരകമായ രോഗം ലോകം മുഴുവൻ വ്യാപിച്ച് ആത്മീയ രംഗം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും മന്ദീഭവിച്ചപ്പോൾ
ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കേരള സ്റ്റേറ്റ് സൺഡേ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് കോട്ടം വരാതെ വണ്ണം ഓൺലൈനിലൂടെ ക്ലാസുകൾ ക്രമീകരിച്ച് കഴിഞ്ഞ ഒരു വർഷം ഏറ്റവും വിജയകരമായി പ്രവർത്തനങ്ങൾ നടത്തുവാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2021 എന്ന പുതിയ വർഷത്തെ ഏറെ പ്രതീക്ഷയോടെ നാം വരവേറ്റിരിക്കുകയാണല്ലോ. പുതിയ അധ്യയന വർഷം, സൺഡേ സ്കൂളിന്റെ പുതിയ അധ്യയന വർഷം എല്ലാ വിദ്യാർത്ഥികൾക്കും അനുഗ്രഹത്തിന്റെ വർഷമാക്കി, വിജയത്തിന്റെ വർഷമാക്കി സർവകൃപാലുവായ ദൈവം തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. പ്രത്യേകാൽ കോവിഡ് മൂലം നടക്കാതിരിക്കുന്ന നമ്മുടെ സൺഡേ സ്കൂൾ ക്ലാസുകൾ മുൻ വർഷങ്ങളെ പോലെ നമ്മുടെ സഭാ ഹാളിൽ റെഗുലറായി നടന്ന് ഏറ്റവും നന്നായി ദൈവവചനം പഠിക്കുവാൻ ഈ വർഷത്തിൽ എത്രയും വേഗം സർവകൃപാലുവായ ദൈവം അവസരമൊരുക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പുതിയ അധ്യയന വർഷത്തെ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ, നമ്മുടെ ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് ഓഫീസർ നിർവഹിച്ചു കഴിഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു വർഷം കർത്താവിന് വേണ്ടി സമർപ്പിതമായി പ്രവർത്തിപ്പാൻ, ദൈവത്തിന്റെ വചനം ആഴത്തിൽ പഠിക്കുവാൻ എല്ലാ കുട്ടികൾക്കും പ്രവർത്തകർക്കും ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് നമ്മുടെ ഈ വർഷത്തെ സൺഡേ സ്കൂൾ ക്ലാസ്സിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ നല്ല അവസരത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പുതിയ അധ്യയന വർഷം ഞങ്ങളുടെ എല്ലാ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കും അനുഗ്രഹത്തിന്റെ വർഷമാക്കി ദൈവം തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മുൻ വർഷം നടന്നു വന്നതുപോലെ ഞങ്ങളുടെ ക്ലാസുകൾ റെഗുലറായി ഞങ്ങളുടെ സഭാ ഹാളുകൾ നടന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളുടെ അധ്യാപകരും ദൈവസന്നിധിയിലേറെ സന്തോഷിപ്പാൻ ദൈവം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ഓഫീസിലൂടെ ഈ ഉദ്ഘാടന സന്ദേശമായി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സന്ദേശങ്ങൾക്കായി, ആലോചനകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവ ഏറ്റെടുത്ത് ഈ ഒരു വർഷം ഏറ്റവും കർത്താവിന് ഒരു താമസിച്ചാൽ ഏറ്റവും നന്നായി അധ്വാനിപ്പാൻ, ഏറ്റവും നന്നായി പഠിപ്പാൻ, സൺഡേ സ്കൂളിന്റെ ശ്രേയസ്സിനായി, കുഞ്ഞുങ്ങളുടെ വിജയത്തിനായി, അനുഗ്രഹത്തിനായി പ്രവർത്തിപ്പാൻ എല്ലാവരെയും അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ അധ്യയന വർഷത്തെ അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഏഴകൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ 2021 അങ്ങയുടെ കൃപ ധാരാളമായി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സോണൽ ഡിസ്ട്രിക്ട് തലത്തിൽ പ്രവർത്തിക്കുന്നവരെയും സ്റ്റേറ്റ് ബോർഡിനെയും എല്ലാ ഭാരവാഹികളെയും ഈ സമയം അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. വിജയത്തിന്റെ ഒരു അധ്യയന വർഷം ഞങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രം. സമസ്തവും ഞങ്ങൾക്കായി ജീവൻ അർപ്പിച്ച പൊന്നേശ്വരന്റെ നാമത്തിൽ അടിയങ്ങൾ താഴ്മയുടെ അപേക്ഷിക്കുന്നു. ദൈവയോട് കേൾക്കുമാറാകണമേ. ആമേൻ. ഏവർക്കും വന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ക്രിസ്തീയ വന്ദനം. കൂട്ടുകാരെല്ലാം സന്തോഷമായിരിക്കുന്നു. ഓക്കെ, എല്ലാ കൂട്ടുകാരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. കൂട്ടുകാരുടെയൊക്കെ പരീക്ഷ കഴിഞ്ഞ് പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് നാം ഇന്ന് കടന്നിരിക്കുകയാണല്ലോ. ഈ പുതിയ അധ്യയന വർഷത്തിലെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഹാർദവമായി സ്വാഗതം ചെയ്യും. കഴിഞ്ഞ ഒരു വർഷകാലം മുഴുവൻ ദൈവവചനം പഠിക്കുവാൻ എല്ലാ കൂട്ടുകാരെയും സർവശക്തൻ സഹായിച്ചു. നാം ഇന്ന് ഈ പുതിയ ഒരു അധ്യയന വർഷം തുടങ്ങുമ്പോൾ സർവശക്തനായ ദൈവം എല്ലാ കൂട്ടുകാർക്കും വചനം പഠിക്കുവാനുള്ള ദൈവകൃപയും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാനും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ അധ്യയന വർഷത്തിലെ ആദ്യത്തെ പാഠമായ 1-ാം പാഠമാണ് നാം ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. കൂട്ടുകാർക്ക് ഈ 1-ാം പാഠത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ? അതെ, അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ അപ്പോസ്റ്റൽസ് എന്നാണ് 1-ാം പാഠത്തിന്റെ പേര്.
അപ്പോസ്തലൻ എന്ന പദം കൊണ്ട് കൂട്ടുകാർ എന്താണ് അർത്ഥമാക്കുന്നത്? എന്താണ് അതിൽ നിന്ന് ഗ്രഹിക്കുന്നത്? അപ്പോസ്തലൻ എന്ന പദം ഉടലെടുത്തിരിക്കുന്നത് ഗ്രീക്ക് പദമായ അപ്പോസ്തലോസ് എന്ന പദത്തിൽ നിന്നുമാണ്. ഈ അപ്പോസ്തലോസ് അല്ലെങ്കിൽ അപ്പോസ്തലൻ എന്ന പദത്തിന് അയക്കപ്പെട്ടവൻ അല്ലെങ്കിൽ പ്രത്യേകമായി നിയോഗിക്കപ്പെട്ടവൻ എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. എബ്രായ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിനെയും ദൈവത്താൽ അയക്കപ്പെട്ടവനായ അപ്പോസ്തലനായി നാം വായിക്കുന്നു. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്നാണ്. അപ്പോൾ പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ആരംഭിച്ച പ്രവൃത്തി തുടർമാനമായി നടത്തുന്നതിന് യേശു ക്രിസ്തുവിനാൽ പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ട് അയക്കപ്പെട്ടവരാണ് ഈ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവർ. പുതിയ നിയമ പുസ്തകങ്ങളിൽ പല അപ്പോസ്തലന്മാരെ കുറിച്ച് നാം വായിക്കുന്നുണ്ടെങ്കിലും കൂട്ടുകാർക്ക് യേശു ക്രിസ്തു എത്ര അപ്പോസ്തലന്മാരെയാണ് തെരഞ്ഞെടുത്തതെന്ന് അറിയാമോ? അതെ, 12 അപ്പോസ്തലന്മാരെയാണ് യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് ഈ ഭൂമിയിൽ വെച്ച് തെരഞ്ഞെടുക്കുവാനിടയായിത്തീർന്നത്. ഈ 12 അപ്പോസ്തലന്മാരെയും കർത്താവ് പ്രത്യേകാൽ തെരഞ്ഞെടുക്കുകയും അവരെ അഭ്യസിപ്പിക്കുകയും ചെയ്തതായി നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. അനേകം അപ്പോസ്തലന്മാരിൽ നിന്നാണ് യേശു കർത്താവ് ഈ 12 പേരെ പ്രത്യേകമായി തെരഞ്ഞെടുക്കുവാനിടയായിത്തീർന്നത്. യേശുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട 12 അപ്പോസ്തലന്മാരെ കുറിച്ചാണ് ഇന്ന് നാം പ്രത്യേകമായി ഈ പാഠത്തിൽ പഠിക്കുവാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമതായി ഈ അപ്പോസ്തലന്മാരുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. നമുക്കറിയാം, യേശു കർത്താവ് തന്റെ 30-ാമത്തെ വയസ്സിൽ യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ പരസ്യമായി സ്നാനമേറ്റുകൊണ്ട് തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കാനിടയായിരുന്നു. അന്ന് ഒരു രാത്രി മുഴുവനും യേശു കർത്താവ് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിപ്പാനിടയായിത്തീർന്നു. അതിനുശേഷം അവൻ തന്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ച് അവരിൽ നിന്നും 12 പേരെ തെരഞ്ഞെടുത്തു. അവരെ അപ്പോസ്തലന്മാർ എന്ന് വിളിപ്പാനിടയായിത്തീർന്നു. കൂട്ടുകാർക്കറിയാമോ എന്തിനാണ് യേശു കർത്താവ് ഈ 12 പേരെ പ്രത്യേകമായി തെരഞ്ഞെടുത്തതെന്ന്? സുവിശേഷങ്ങൾ നമുക്ക് വായിക്കുവാൻ കഴിയും. തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന്, അയപ്പാനും, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അവർക്ക് അധികാരമുണ്ടാകുവാനും യേശു 12 പേരെ നിയമിപ്പാനിടയായിത്തീർന്നു. സുവിശേഷങ്ങളിൽ പല ഭാഗത്ത് അവരുടെ പേരുകൾ സംഗ്രഹിച്ച് 12 എന്ന് നാം വായിക്കുന്നുണ്ട്. ഈ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒന്നിലധികം പേരുള്ളതായി നാം വായിക്കുന്നുണ്ട്. കൂട്ടുകാർ, യേശുവിന്റെ ശിഷ്യന്മാരുടെ ഒരു രേഖാചിത്രം ദയവായി ശ്രദ്ധിക്കുക. അവരിൽ ഒന്നാമത്തെ പേരാണ് പത്രോസ്. യോഹന്നാനസ് മകനായ ശിമോൻ, കേഫ എന്നീ പേരുകളിൽ പത്രോസ് അറിയപ്പെട്ടിരുന്നു. രണ്ടാമതായി അന്ത്രയോസ്. പത്രോസിന്റെ സഹോദരനായിരുന്നു ഈ അന്ത്രയോസ്. മൂന്നാമതായി യാക്കോബ്. സബദിപുത്രന്മാർ എന്നും ഇടിമക്കൾ എന്നും ഇവർക്ക് പേരുണ്ടായിരുന്നു. നാലാമതായി യോഹന്നാൻ. യോഹന്നാനെ ബൊവനേർഗസ് എന്നും മറുപേരിൽ വിളിച്ചിരുന്നു. അഞ്ചാമതായി ഫിലിപ്പോസ്. ആറാമതായി ബർത്തലോമായി. നഥനയേലിനെയാണ് ബർത്തലോമായി എന്ന് പിന്നീട് അറിയപ്പെടുന്നത്. ഏഴാമതായി മത്തായി. അൽഫായുടെ മകനായ ലേവി, ചുമക്കാരൻ മത്തായി എന്നീ പേരുകളിലും താൻ അറിയപ്പെടുന്നു. എട്ടാമതായി തോമസ്. ദിദിമോസ് എന്ന മറുപേരിലും താൻ അറിയപ്പെടുന്നു. ഒമ്പതാമതായി യാക്കോബ്. അൽഫായുടെ മകനായ യാക്കോബ് എന്നാണ് തന്നെ അറിയപ്പെടുന്നത്. പത്താമതായി തദ്ദായി, യൂദ എന്നും അറിയപ്പെടുന്നു. യാക്കോബിന്റെ സഹോദരനാണെന്നും പറയപ്പെടുന്നു. 11ാമതായി ശിമോൻ. എരിവുകാരനായ ശിമോൻ എന്നും കനാനിനായ ശിമോൻ എന്നും തന്നെ അറിയപ്പെടുന്നു. 12ാമതായി യൂദ. ഇസ്കരിയോത്ത യൂദ. യേശുവിനെ ഒറ്റിക്കൊടുത്ത ഇസ്കരിയോത്ത യൂദ എന്നാണ് തന്നെ അറിയപ്പെടുന്നത്. അപ്പോൾ യേശു കർത്താവ് ഈ 12 ശിഷ്യന്മാരെയാണ് തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കുവാനും അല്ലെങ്കിൽ ഭൂതങ്ങളെ പുറത്താക്കുവാൻ അവർക്ക് അധികാരമുണ്ടാകുവാനും നിയമിച്ചത്. പഴയ നിയമ അല്ലെങ്കിൽ പുതിയ നിയമ പുസ്തകങ്ങളിൽ 12 എന്ന സംഖ്യയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ളതായി നമുക്ക് കാണുവാൻ കഴിയും. പഴയ നിയമത്തിൽ യഹോവയായ ദൈവം ഇസ്രായേൽ ഗൃഹം പണിതപ്പോൾ 12 ഗോത്രപിതാക്കന്മാരെയാണ് നിയമിച്ചതായി നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. അതുപോലെ പുതിയ നിയമ ഇസ്രായേലിനെ അല്ലെങ്കിൽ ദൈവസഭയെ പണിയുവാനായി യേശു കർത്താവ് 12 അപ്പോസ്തലന്മാരെയാണ്
നിയമിച്ചത്. നമ്മുടെ കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഈ 12 ശിഷ്യന്മാരുടെ വിളിച്ച വിളിയും അല്ലെങ്കിൽ അവരുടെ സാഹചര്യങ്ങളും ഒരുപോലെയല്ലായിരുന്നു. അപ്പോൾ യേശുവിനെ ആദ്യമായി അനുഗമിച്ച ശിഷ്യൻ ആരാണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? അതെ, യേശുവിനെ ആദ്യമായി അനുഗമിച്ച ശിഷ്യൻ അന്ത്രയോസ് ആയിരുന്നു. ഈ അന്ത്രയോസ് യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യനായിരുന്നു എന്ന് നാം വായിക്കുന്നു. ഒരിക്കൽ യേശു കർത്താവ് കടന്നു പോകുന്നത് കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞു. ഇത് കേട്ട അന്ത്രയോസ് യോഹന്നാൻ സ്നാപകനെ വിട്ടിട്ട് യേശുവിന്റെ പിന്നാലെ അനുഗമിപ്പാനിടയായിത്തീർന്നു. അതിനുശേഷം അന്ത്രയോസ് ചെന്ന് തന്റെ സഹോദരനായ ശിമോനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാനിടയായിത്തീർന്നു. ഇവരുടെ സ്വദേശം ഗലീലയിലെ ബത്സൈദ ആയിരുന്നു എന്ന് നാം വായിക്കുന്നു. ഇവരെല്ലാവരും മീൻപിടുത്തക്കാരായിരുന്നു. മീൻപിടുത്തക്കാരായ അവരോട്, എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് യേശു പറഞ്ഞപ്പോൾ അവർ അവരുടെ പടകും വലയും എല്ലാം വിട്ട് യേശുവിനെ അനുഗമിപ്പാനിടയായിരുന്നു. അതിനുശേഷം യേശു ഗലീല കടൽ തീരത്തിന് കിന്നരേത്ത്, ഗന്നസരേത്ത് അല്ലെങ്കിൽ തിബരിയാസ് കടൽ എന്നൊക്കെ മറുപേരുണ്ട്. ഈ കടൽ തീരത്ത് യേശു നടന്നു പോകുമ്പോൾ അപ്പനായ സെബദിയോടുകൂടെ യോഹന്നാനും യാക്കോബും ഇരുന്ന് വല നന്നാക്കുന്നത് കാണുവാനിടയായിത്തീർന്നു. ഈ യാക്കോബും യോഹന്നാനെയുമാണ് സെബദി മക്കൾ അല്ലെങ്കിൽ ഇടിമക്കൾ എന്ന് നാം വിളിക്കുന്നത്. അവർ അപ്പനായ സെബദിയോടുകൂടെ ഇരുന്ന് വല നന്നാക്കുന്നത് കണ്ട് യേശു അവരെ വിളിപ്പാനിടയായിത്തീർന്നു. അവരെ വിളിച്ച ഉടനെ തങ്ങളുടെ പടകിനെയും അപ്പനെയും സകലത്തെയും വിട്ട് യേശുവിനെ അവർ അനുഗമിപ്പാനിടയായിത്തീർന്നു. പിന്നീട് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 43-ാം വാക്യത്തിൽ, പിറ്റേന്നാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ബത്സേദക്കാരനായ ഫിലിപ്പോസിനെ കണ്ടു എന്ന് നാം വായിക്കുന്നു. തന്നെ അനുഗമിപ്പാൻ യേശു അവനോട്, എന്നെ അനുഗമിക്ക എന്ന് യേശു ഫിലിപ്പോസിനോട് പറഞ്ഞപ്പോൾ ഫിലിപ്പോസും യേശുവിനെ അനുഗമിപ്പാനിടയായിത്തീർന്നു. ഫിലിപ്പോസ് തന്റെ സുഹൃത്തായിരുന്ന നഥനയേലിനെ കണ്ടു. ഈ നഥനയേലിനെയാണ് പിന്നീട് ബർത്തലോമായി എന്ന് നാം വിളിക്കുന്നത്. അവനോട്, ന്യായപ്രമാണവും പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്നവനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ചെന്ന് പറഞ്ഞു. അവൻ യോസേഫിന്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരനാകുന്നു എന്ന് നഥനയേലിനോട് പറഞ്ഞു. അപ്പോൾ നഥനയേൽ ഫിലിപ്പോസിനോട്, നസറേത്തിൽ നിന്നും വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ബത്സേദക്കാരനായ ഫിലിപ്പോസ് പറഞ്ഞത്, വന്നു കാൺമിൻ. അങ്ങനെ ഫിലിപ്പോസ് നഥനയേലിനെ യേശുവിന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുവന്നു. യേശു അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നഥനയേലും അല്ലെങ്കിൽ ബർത്തലോമായും യേശുവിനെ അനുഗമിപ്പാനിടയായിത്തീർന്നു. യേശു തന്റെ ശിഷ്യനായിരുന്ന മത്തായിയെ തെരഞ്ഞെടുത്തത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ്. കാരണം റോമ ഗവൺമെന്റിനാൽ നിയമിക്കപ്പെട്ട ചുങ്കക്കാരിൽ ഒരുത്തനായിരുന്നു ഈ മത്തായി അല്ലെങ്കിൽ ലേവി എന്ന് മറുപേരുള്ള മത്തായി. യേശു ചുങ്കം പിരിക്കുന്ന ഈ സ്ഥലത്തു കൂടി കടന്നുപോയപ്പോൾ മത്തായിയെ കണ്ട് എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ അവിടെ സകലതും വിട്ട് യേശുവിനെ അനുഗമിച്ച് യേശുവിന്റെ ഒരു ശിഷ്യനായി തീരുവാനിടയായിത്തീർന്നു. ഇവിടെ ചുങ്കക്കാർ നിന്ദിക്കപ്പെട്ട ഒരു ജോലിയിൽ ഏർപ്പെട്ടിരുന്ന മത്തായിയെ അല്ലെങ്കിൽ ലേവിയെ തെരഞ്ഞെടുത്തതിലൂടെ യേശു കർത്താവിന്റെ എല്ലാവരോടുമുള്ള സ്നേഹത്തെയാണ് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. കള്ളന്മാരാൽ പാപികളും ചുങ്കക്കാരും ഒരേ ഗ്രൂപ്പിൽ പെട്ടവരായിരുന്നു. നിന്ദിക്കപ്പെട്ട ജോലിയിൽ ഏർപ്പെട്ടിരുന്ന മത്തായിയെ തെരഞ്ഞെടുത്തതിലൂടെ യേശു കർത്താവിന്റെ ഏത് പാപികളോടുമുള്ള സ്നേഹത്തെയാണ് കാണുവാൻ കഴിയുന്നത്. കൂട്ടുകാർ, ഈ വീഡിയോ ചിത്രീകരണം ശ്രദ്ധിക്കുന്നതിലൂടെ ചില ശിഷ്യന്മാരെ യേശു തിരഞ്ഞെടുത്തത് വ്യക്തമായി മനസ്സിലാക്കുവാനിടയായിത്തീരും.
ശിഷ്യന്മാരിൽ മറ്റ് 5 പേരെ തിരഞ്ഞെടുത്തതിന്റെ യാതൊരു വിവരണവും നമുക്ക് സുവിശേഷങ്ങളിൽ വായിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ സർവജ്ഞാനിയായ ദൈവം സുവിശേഷങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും നാം വായിക്കുന്നു, തനിക്ക് ബോധിച്ചവരെ തിരഞ്ഞെടുത്തു എന്ന് നാം വായിക്കുന്നുണ്ട്. കാരണം സർവജ്ഞാനി എന്ന നിലയിൽ തനിക്ക് ഇഷ്ടമുള്ളവരെയാണ്, അല്ലെങ്കിൽ തനിക്ക് ബോധിച്ചവരെയാണ് യേശു തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നത്. സർവജ്ഞാനിയായ കർത്താവ് താൻ തിരഞ്ഞെടുത്തവരുടെ എല്ലാ സ്വഭാവ രീതികളും മനസ്സിലാക്കിയ ശേഷമാണ് അവരെ തന്റെ ശിഷ്യനാക്കിയത്. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദയെ പോലും, ഇസ്കരിയോത്ത യൂദയെ പോലും തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് യേശു തന്നെ ശിഷ്യനാക്കി തീർക്കുവാനിടയായത്. കൂട്ടുകാർ, ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തെ ശ്രദ്ധിച്ചാൽ 3 ജോഡി സഹോദരങ്ങളെ കാണുവാൻ കഴിയും. ഒന്നാമതായി പത്രോസും അന്ത്രയോസും, രണ്ടാമതായി യാക്കോബും യോഹന്നാനും, മൂന്നാമതായി അൽഫായുടെ മകനായ യാക്കോബും യൂദ എന്നറിയപ്പെടുന്ന തദ്ദായിയും. യേശുവിന്റെ ഈ അപ്പോസ്തലന്മാരുടെ പട്ടിക നമുക്ക് സുവിശേഷങ്ങളിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട്. ഈ അപ്പോസ്തലന്മാരുടെ പട്ടിക പറയുന്ന സ്ഥലങ്ങളിൽ എല്ലാം ഒന്നാമതായി പത്രോസിന്റെ പേരാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ പത്രോസിനെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഉന്നതനായി ഒന്നും യേശു കണക്കാക്കിയിരുന്നില്ല. എല്ലാവരെയും ഒരേ രീതിയിലായിരുന്നു യേശു കർത്താവ് സമീപിച്ചിരുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ മരണം വരെ താൻ തന്നെയായിരുന്നു എല്ലാത്തിനും നേതൃത്വം നൽകുവാനിടയായിത്തീർന്നത്. അടുത്തതായി നമുക്ക് ഈ 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം എന്താണെന്ന് പഠിക്കാം. പ്രധാനമായും 4 ഉദ്ദേശങ്ങളായിരുന്നു യേശു ഈ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തതിലൂടെ ഉദ്ദേശിച്ചത്. ഒന്നാമതായി യേശുവിനോട് കൂടെ ഇരിക്കുവാൻ, രണ്ടാമതായി ദൈവവചനം പ്രസംഗിക്കുവാൻ, മൂന്നാമതായി ഭൂതങ്ങളെ പുറത്താക്കുവാൻ, നാലാമതായി രോഗസൗഖ്യം നൽകുവാൻ. ഇതാണ് പ്രധാനമായ 4 ഉദ്ദേശങ്ങൾ യേശു ഈ 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തതിലൂടെ നടത്തിയത്. അടുത്തതായി അപ്പോസ്തലന്മാരുടെ യോഗ്യതകൾ നമുക്ക് പഠിക്കാം. പ്രധാനമായും 4 യോഗ്യതകളാണ് അപ്പോസ്തലന്മാർക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഒന്നാമതായി യേശുവിനെ വ്യക്തിപരമായി അറിഞ്ഞ ഒരു വ്യക്തിയായിരിക്കണം അപ്പോസ്തലൻ. രണ്ടാമതായി യേശു കർത്താവിന്റെ മരണത്തിന് സാക്ഷ്യം വഹിക്കുന്നവനായിരിക്കണം. മൂന്നാമതായി പൂർണ്ണ സഹിഷ്ണുതയുള്ളവൻ ആയിരിക്കണം ഈ അപ്പോസ്തലൻ എന്ന വ്യക്തി. നാലാമതായി അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവവചനത്തെ ഉറപ്പിക്കുന്നവനുമായിരിക്കണം ഈ അപ്പോസ്തലൻ എന്ന വ്യക്തി. ഇതാണ് പ്രധാനമായ 4 യോഗ്യതകൾ ഒരു അപ്പോസ്തലൻ ഉണ്ടായിരിക്കേണ്ടത്. പുതിയ നിയമ പുസ്തകങ്ങളിൽ പിന്നീട് നാം വായിക്കുന്നത് കർത്താവിന്റെ ഈ 12 ശിഷ്യന്മാർക്ക് മാത്രമല്ല, എന്നാൽ സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി അന്ത്യോക്യ തുടങ്ങിയ സഭകളിൽ പോയി സുവിശേഷം അറിയിച്ച ബർണബാസ്, പൗലോസ് എന്നിവർക്കും അപ്പോസ്തലന്മാർ എന്ന പേർ വിളിച്ചിരുന്നു. 2 കൊരിന്ത്യർ 11-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ പൗലോസും കർത്താവ് തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരെക്കാൾ താനും ഒട്ടും കുറഞ്ഞവരല്ല എന്ന് സൂചിപ്പിക്കുന്നു. യേശു കർത്താവ് തിരഞ്ഞെടുത്ത ഈ 12 പേരെയും ഒരുപോലെ സ്നേഹിച്ചിരുന്നുവെങ്കിലും പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നീ 3 പേരുമായി കൂടുതൽ ബന്ധം നിലനിർത്തിയിരുന്നു. കൂട്ടുകാർ, യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിച്ചിട്ടുണ്ടല്ലോ, യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പല ഭാഗങ്ങളിൽ. കൂട്ടുകാർക്ക് അറിയാമോ ആരാണ് ഈ യേശു സ്നേഹിച്ച ശിഷ്യനെന്ന്? അതെ, തന്റെ ശിഷ്യനായിരുന്ന യോഹന്നാനാണ് യേശു സ്നേഹിച്ച ശിഷ്യനായി ഇവിടെ പറയപ്പെടുന്നത്. അതുപോലെ യേശുവിന്റെ ഗലീലക്കാരനല്ലാത്ത ഒരേ ഒരു ശിഷ്യനായിരുന്നു ഇസ്കരിയോത്ത യൂദ. യേശു കർത്താവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തതിന് ശേഷം താൻ പോയി ആത്മഹത്യ ചെയ്യുവാനിടയായിത്തീർന്നു. യൂദ ഒഴിഞ്ഞുപോയ ആ സ്ഥാനത്തേക്ക് മത്തിയാസ് എന്ന മറ്റൊരു ശിഷ്യനെ ചീട്ടിട്ട് അവർ തെരഞ്ഞെടുക്കുവാനിടയായിത്തീർന്നു. എന്നാൽ ക്രിസ്തു സഭയെ പീഡിപ്പിച്ച ശൗൽ എന്ന മറുപേരുള്ള പൗലോസ് തന്റെ മാനസാന്തരത്തിന് ശേഷം അതിശ്രേഷ്ഠ അപ്പോസ്തലനായി സുവിശേഷ വ്യാപ്തിക്കായി ദൈവത്തിന്റെ വചനവുമായി മറ്റു പല ഭാഗങ്ങളിൽ കടന്നു എന്നതായി നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. ശ്രേഷ്ഠ അപ്പോസ്തലന്മാരിൽ കൂടി ദൈവം പ്രവർത്തിച്ചതിനേക്കാൾ അധികമായി അതിശ്രേഷ്ഠമായി ദൈവം തന്നിലൂടെ പ്രവർത്തിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശുവിന്റെ ശിഷ്യന്മാരായിരുന്ന അപ്പോസ്തലന്മാരിൽ യോഹന്നാൻ ഒഴികെ എല്ലാവരും രക്തസാക്ഷികളായി തീർന്നു എന്ന് നാം ചരിത്ര രേഖകളിൽ കൂടി വായിക്കുവാൻ കഴിയുന്നുണ്ട്. കൂട്ടുകാർക്ക് ഇന്നൊരു ടാസ്ക് തരികയാണ്. യേശുവിന്റെ ശിഷ്യന്മാരായിരുന്ന അപ്പോസ്തലന്മാർക്ക്
അവരുടെ രക്തസാക്ഷി മരണത്തെക്കുറിച്ച് ഒരു ചാർട്ട് കൂട്ടുകാർ തയ്യാറാക്കണം. നിങ്ങളുടെ നോട്ട് ബുക്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായി എഴുതി സൂക്ഷിക്കേണ്ടതാണ്. കൂട്ടുകാർക്കറിയാമോ, കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരിൽ, ഈ 12 ശിഷ്യന്മാരിൽ ആരാണ് ഇന്ത്യയിലേക്ക് കടന്നു വന്നതെന്ന്? അതെ, ഇന്ത്യയുടെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന തോമസ് ആണ് ഇന്ത്യയിലേക്ക് സുവിശേഷവുമായി AD 52 കടന്നു വരുവാനിടയായിത്തീർന്ന ചരിത്ര രേഖകളിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. അതേ, യേശുവിന്റെ ശിഷ്യനായിരുന്ന തോമസ് AD 52 കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ എത്തി എന്ന് നാം വായിക്കുന്നു. ഈ തോമസ് എന്ന ശിഷ്യനിലൂടെ അനേകം ആളുകൾ യേശു കർത്താവിനെ കണ്ടെത്തി എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഇപ്പോൾ കൂട്ടുകാരെ, ഇന്ന് അപ്പോസ്തലന്മാർ ആരാണ്, ആർക്കാണ് അതിന് യോഗ്യതയുള്ളത്, അവരെ യേശു കർത്താവ് തിരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം എന്തൊക്കെയാണ് എന്ന് ഈ പാഠത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞല്ലോ. അടുത്തതായി നമ്മുടെ മനപ്പാഠവാക്യം നമുക്ക് ശ്രദ്ധിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിന്റെ 28-ാം വാക്യമാണ് ഇന്നത്തെ മനപ്പാഠവാക്യം. 1 കൊരിന്ത്യർ 12:28. ദൈവം സഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. Dear friends, let's read this verse in English. 1 Corinthians chapter 12 verse 28. I'm reading from NKJV. And God has appointed these in the church: first apostles, second prophets, third teachers, after that miracles, then gifts of healings, helps, administrations, varieties of tongues. എല്ലാ കൂട്ടുകാരും ഈ വാക്യം ഹൃദിസ്ഥമാക്കേണ്ടതാണ്. കൂട്ടുകാരെ, നമ്മുടെ ഈ പാഠത്തിൽ നൽകിയിരിക്കുന്ന ചോദ്യോത്തരങ്ങൾ അടുത്തതായി നമുക്ക് ശ്രദ്ധിക്കാം. ചോദ്യം 1. അപ്പോസ്തലൻ എന്നാൽ ആര്? ഹു ഈസ് ദ അപ്പോസ്റ്റൽ? ഉത്തരം: യേശുവിനാൽ പ്രത്യേകം തെരഞ്ഞെടുത്ത് അയക്കപ്പെട്ടവരാണ് അപ്പോസ്തലന്മാർ. The apostles were specially selected and sent by Jesus. ചോദ്യം 2. യേശുവിന്റെ 12 ശിഷ്യന്മാരുടെ പേരുകൾ എഴുതുക. Write the names of the 12 apostles of Jesus. 1. ശിമോൻ പത്രോസ്, 2. അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമായി, മത്തായി, തോമസ്, അൽഫായുടെ മകനായ യാക്കോബ്, തദ്ദായി, എരിവുകാരനായ ശിമോൻ, ഇസ്കരിയോത്ത, യൂദ, സൈമൺ പീറ്റർ, ആൻഡ്രൂ, ജെയിംസ്, ജോൺ, ഫിലിപ്പ്, ബർത്തലോമിയോ, മാത്യു, തോമസ്, ജെയിംസ് the son of Alphaeus, Thaddeus, Simon the Zealot and Judas Iscariot. ചോദ്യം 3. ഇടിമക്കൾ എന്നറിയപ്പെടുന്നവർ ആരെല്ലാം? Who are known as the sons of thunder? ഉത്തരം: സെബദിപുത്രന്മാരായ യാക്കോബിനെയും യോഹന്നാനെയുമാണ് ഇടിമക്കൾ എന്ന് വിളിച്ചിരുന്നത്. The sons of Zebedee, James and John were called the sons of thunder. ചോദ്യം 4. 12 എന്ന സംഖ്യയ്ക്കുള്ള വേദപുസ്തക പ്രാധാന്യമെന്ത്? What is the biblical significance of the number 12? ഉത്തരം: വേദപുസ്തകത്തിൽ 12 എന്ന സംഖ്യയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ഗോത്രം പണിയുവാൻ യഹോവയായ ദൈവം 12 ഗോത്രപിതാക്കന്മാരെ ഉപയോഗിച്ചപ്പോൾ പുതിയ നിയമത്തിൽ യേശു സഭയെ പരിപോഷിപ്പിക്കുവാനും പണിയുവാനുമായി 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. The number 12 is very important in the Bible. In the Old Testament, Jehovah God used the 12 tribal fathers to build the tribe of Israel, while in the New Testament, Jesus chose the 12 apostles to nurture and build the church. ചോദ്യം 5. അപ്പോസ്തലന്മാരെ വിളിച്ച വിധവും സാഹചര്യവും വ്യത്യസ്തമായിരുന്നു. വിവരിക്കുക. The manner and circumstances in which the apostles were called were different. Describe. ഉത്തരം: യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരുടെ വിളിയും സാഹചര്യവും ഒരുപോലെയല്ലായിരുന്നു. ആദ്യമായി യേശുവിനെ അനുഗമിച്ചത് യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യനായിരുന്ന അന്ത്രയോസ് ആണ്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് പറഞ്ഞത് കേട്ട് അന്ത്രയോസ് യേശുവിനെ അനുഗമിച്ചു. മീൻപിടുത്തക്കാരായിരുന്ന പത്രോസും യാക്കോബും യോഹന്നാനും എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് യേശു പറഞ്ഞപ്പോൾ
അവർ പടകും വലയും വിട്ട് യേശുവിനെ അനുഗമിച്ചു. ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തുകൂടി യേശു കടന്നുപോയപ്പോൾ ലേവി എന്ന മത്തായിയെ കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ സകലതും വിട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് പിന്നീട് ബർത്തലോമായി എന്നറിയപ്പെട്ട തന്റെ സുഹൃത്തായിരുന്ന നഥനയേലിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ യേശുവിനെ അനുഗമിച്ച് ശിഷ്യനായി തീർന്നു. മറ്റ് 5 ശിഷ്യന്മാരുടെ വിളിയെയും സാഹചര്യത്തെയും കുറിച്ച് ഒരു വിവരണവും കാണുന്നില്ല എങ്കിലും സർവജ്ഞാനിയായ യേശു തനിക്ക് ബോധിച്ചവരെയാണ് തെരഞ്ഞെടുത്തത്. The calling and circumstances of Jesus' chosen apostles were not the same. Jesus was first followed by Andrew, a disciple of John the Baptist. Andrew followed Jesus when he heard John the Baptist say, "Behold the Lamb of God who takes away the sin of the world." When Jesus, the fishermen, Peter, James and John said, "Follow me, I will make you fishers of men," they followed Jesus out of the boat and the nets. As Jesus was about to leave for Galilee, he found Philip and said to him, "Follow me." Philip brought Nathanael, his friend, who was later called Bartholomew, to Jesus. He followed Jesus and became a disciple. There is no description of the calling and circumstances of the other 5, but the omniscient Jesus chose those whom he liked. ആറാമത്തെ ചോദ്യം വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുവാനാണ്. 1. നിനക്ക് ഡാഷ് എന്ന് പേരാകും, അത് പത്രോസ് എന്നാകുന്നു. ഉത്തരം കേഫ. 2. ഫിലിപ്പോസ് ഡാഷ് എന്ന സ്ഥലക്കാരനായിരുന്നു. ഉത്തരം ബെത്സൈദ. Thou art Simon the son of Jonah, thou shalt be called dash, Cephas. Philip was of dash, Bethsaida. ചോദ്യം 7. ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശങ്ങൾ ഏവ? What are the purposes of selecting disciples? ഉത്തരം ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശങ്ങൾ താഴെ പറയുന്നവയാണ്. 1. യേശുവിനോട് കൂടെ ഇരിക്കുവാൻ. 2. പ്രസംഗിക്കുവാൻ. 3. രോഗികളെ സൗഖ്യമാക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ. The purposes of selecting disciples are as follows. First, to be with Jesus. Second, to preach. Third, to heal the sick. And the fourth, to cast out demons. ചോദ്യം 8. അപ്പോസ്തലന്റെ യോഗ്യതകൾ എന്തെല്ലാം? What are the qualifications of an apostle? ഉത്തരം അപ്പോസ്തലന്റെ യോഗ്യതകൾ താഴെ പറയുന്നവയാണ്. 1. യേശുവിനെ വ്യക്തിപരമായി അറിവുള്ളവൻ ആയിരിക്കണം. 2. യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിക്കുന്നവൻ ആയിരിക്കണം. 3. പൂർണ്ണ സഹിഷ്ണുത ഉള്ളവനായിരിക്കണം. 4. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വചനത്തെ ഉറപ്പിക്കുന്നവൻ ആയിരിക്കണം. The qualifications of an apostle are as follows. First, must be personally acquainted with Jesus. Second, must be witness to the resurrection of Jesus. Third, must be perfectly tolerant. Fourth, one who confirms the word with miracles and signs. ചോദ്യം 9. യൂദായ്ക്ക് പകരം ചീട്ടിട്ട് തെരഞ്ഞെടുത്ത അപ്പോസ്തലൻ ആര്? Who was the apostle chosen by Lot instead of Judas? ഉത്തരം മത്തിയാസിനെയാണ് യൂദായ്ക്ക് പകരം ചീട്ടിട്ട് തെരഞ്ഞെടുത്തത്. മത്തിയാസ് വാസ് ചോസൺ ബൈ ലോട്ട് ഇൻസ്റ്റെഡ് ഓഫ് ജൂഡാസ്. അവസാന ചോദ്യം 10. അപ്പോസ്തലന്മാരിൽ ഇന്ത്യയുടെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്നത് ആര്? Who among the apostles is known as the apostle of India? ഉത്തരം അപ്പോസ്തലനായ തോമസിനെയാണ് ഇന്ത്യയുടെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്നത്. The apostle Thomas is known as the apostle of India. കൂട്ടുകാരെ, നമ്മുടെ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കൂട്ടുകാരും കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങൾ സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കുന്ന സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് അപ്പോസ്തലന്മാർ എന്ന ഈ ആദ്യ പാഠം പഠിക്കുവാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ അധ്യയന വർഷത്തിലെ ഈ ആദ്യത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ കൂട്ടുകാരെയും കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ. അവിടുത്തെ അപ്പോസ്തലന്മാരെ കുറിച്ചും ശിഷ്യന്മാരായിരുന്നവരെ കുറിച്ചും പഠിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. കർത്താവെ, ഞങ്ങൾക്കും അവിടുത്തെ ശിഷ്യന്മാരായി യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ, അവരെ
യേശുവിനെ കാട്ടിക്കൊടുക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൂട്ടുകാരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവർക്ക് ഈ ഒരു വർഷകാലം മുഴുവൻ പഠിക്കുവാനുള്ള ദൈവകൃപയും അനുഗ്രഹങ്ങളും ഉയരത്തിൽ നിന്ന് പകരുവാൻ അടിയൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ കൂട്ടുകാരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കിടന്നതിനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. യേശുവിന്റെ ശിഷ്യന്മാരായി മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞ് അവർക്കും യേശുവിനെ കാട്ടിക്കൊടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കൂട്ടുകാരെ എല്ലാം കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടും ആശംസകളോടും എല്ലാവർക്കും ബൈ ബൈ.